الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله الذي بلغ الرساله وادى الامانه ونصح على هذه الامه وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആജ്ഞാനിരോധങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുടെ അടിത്തറയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി അവസാന ശ്വാസം വരെയും നിലനിന്നു പോകാൻ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ സച്ചരിതരോടൊപ്പം നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ മുത്തഖീങ്ങൾക്ക് വേണ്ടി അല്ലാഹു സജ്ജമാക്കിയിട്ടുള്ള പടച്ചവന്റെ സ്വർഗ്ഗം അനന്തരപ്പെടുത്താൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശഅബാൻ മാസത്തിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ഖുതുബകളിലായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റമദാന്റെ കവാടമായി വിശേഷിപ്പിക്കാവുന്ന ശഅബാനിൽ പ്രധാനമായും നമ്മുടെ മനസ്സിനെ മലിനമുക്തമാക്കുക, മലിനമുക്തമായ മനസ്സുമായി മഹിത മാസത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറെടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അനുദായികൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് ശുദ്ധീകരിച്ച് വിപുലീകരിച്ച് വളരെ ശാന്തമായ
സമാധാനത്തോടുകൂടി അസ്വസ്ഥതകളില്ലാത്ത ഒരു മനസ്സിന്റെ തലത്തിലേക്ക് ഉയരാനും വളരാനും നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം പടച്ചവരുമായുള്ള നമ്മുടെ കണക്ഷനാണ് എന്ന കാര്യവും ഓർമ്മിക്കുകയുണ്ടായി. പടച്ചവരുമായി കണക്ട് ചെയ്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായി നിലനിന്നു പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹുമായുള്ള കണക്ഷൻ എത്ര കണ്ട് കരുത്തുറ്റതാക്കുന്നുവോ അത്രയും നമുക്ക് ദുനിയാവിൽ സമാധാനം ഉണ്ടാകും. സമാധാനത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ മാത്രമല്ല, നമ്മുടെ മടക്കം മനോഹരമാക്കാനും അതുവഴി കഴിയും. അള്ളാഹുമായുള്ള കണക്ഷനിൽ ആ കണക്ഷൻ സാധിക്കുന്നിടത്ത് ദിക്റുകൾക്കുള്ള പ്രാധാന്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ ഖുതുബയുടെ അവസാനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ദിക്റ് കൊണ്ട് നാഥനുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ദിക്റ് കൊണ്ട് റബ്ബുമായി കണക്ട് ചെയ്ത ദീൻ. നമ്മുടെ പരിമിതികളെ നമ്മൾ മറികടക്കുന്നത്, മനുഷ്യൻ എന്ന നിലക്കുള്ള നമ്മുടെ ബലഹീനതകളെ നമ്മൾ തരണം ചെയ്യുന്നത് പ്രപഞ്ചനാഥനായ പടച്ചവനുമായുള്ള നമ്മുടെ കണക്ഷനിലൂടെയാണ്. പരിമിതികളില്ലാത്ത പടച്ചവനിൽ വരമേൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഓരോ സെക്കൻഡുകളും നമ്മൾ കഴിഞ്ഞുകൂടേണ്ടത്. അങ്ങനെ അള്ളാഹുമായി പടച്ചവനോടൊത്ത് ജീവിക്കാൻ നമ്മൾ പരിശീലിച്ചാൽ, നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ ഉറക്കത്തിലേക്ക് കടക്കുന്നത് വരെയുള്ള ദൈനംദിന ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നമ്മൾ ആവർത്തിച്ച് ഉരുവിടേണ്ട, നമ്മൾ നമ്മെ തന്നെ ബോധ്യപ്പെടുത്തേണ്ട ഒരുപാട് പ്രാർത്ഥനകളെ സംബന്ധിച്ച്, പല ദിക്റുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ കേവലം ചില വചനങ്ങളുടെ ഉരുവിടൽ മാത്രമല്ല, അത് നമുക്ക് ഒരു ജീവിത വീക്ഷണം സമ്മാനിക്കുന്നതാണ്. പലതും ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് പകർന്നു നൽകുന്നതാണ് പല പ്രാർത്ഥനകളും. അതോടൊപ്പം നമ്മുടെ ദൗർബല്യങ്ങളെ പരിഹരിക്കാൻ പടച്ചവന്റെ സഹായത്തിന് നമ്മളെ അർഹമാക്കുന്നതാണ്. എന്താണ് ജീവിതമെന്നും എന്തിനാണ് ജീവിതമെന്നും ഈ ജീവിതത്തിന് ശേഷം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ കൃത്യമായ ബോധ്യം വിശ്വാസികൾക്ക് നൽകുന്ന പലതും ആ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ ഒരു വിശ്വാസി ഉരുവിടേണ്ട പ്രാർത്ഥനയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. ഇത് കേവലം പ്രത്യേകമായ സന്ദർഭത്തിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ചലനങ്ങളിലും എല്ലാ സന്ദർഭത്തിലും പടച്ചവനെ കുറിച്ച് ഓർമ്മിക്കുന്നവനാണ് സത്യവിശ്വാസി. ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്നും അകന്നു പോകാത്ത ഒരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവനാണ് സത്യവിശ്വാസി. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ആ ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ അതരങ്ങൾ ഉച്ചരിച്ചു പോകുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ റസഖ്തനാ വഖിനാ അദാബന്നാർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ വെള്ളമായാലും അന്നമായാലും അത് കുടിച്ചു കഴിഞ്ഞാലും തിന്നു കഴിഞ്ഞാലും സത്യവിശ്വാസി പറഞ്ഞു പോകും, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. പടച്ചവനെ, എനിക്ക് തിന്നാനും കുടിക്കാനും തന്ന റബ്ബേ, നിനക്കാണ് എല്ലാ സ്തുതികളും. ഇത് പറയുമ്പോ സത്യവിശ്വാസിയുടെ മനസ്സ് ശുക്രിന്റെ മനസ്സാണ്. പടച്ചവനെ, ഭക്ഷണം കിട്ടാത്ത കോടാനും കോടി മനുഷ്യർ, ഞാൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എനിക്ക് വെള്ളം കുടിക്കാൻ തന്ന റബ്ബേ, നിനക്കാണ് സ്തുതി. കാരണം ഒരു തുള്ളി ദാഹജലത്തിന്, ശുദ്ധജലത്തിന് വേണ്ടി അലയുന്ന അനേകായിരങ്ങൾ നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ആരോഗ്യം തന്ന അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തുതികളും. വെള്ളം കിട്ടിയാലും അത് കുടിക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ നാട്ടിലുണ്ടല്ലോ. ഭക്ഷണം യഥേഷ്ടമുണ്ടായിട്ടും ആരോഗ്യപരമായ കാരണങ്ങളാൽ, ഒരുപാട് വിലക്കുകളാൽ അത് കഴിക്കാൻ കഴിയാത്ത എത്രയോ ഹതഭാഗ്യർ നമുക്കിടയിൽ ജീവിച്ചിരുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓരോ തവണ ആശുപത്രിയിൽ പോകുമ്പോഴും
കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുടെ നീണ്ട ലിസ്റ്റുകൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ട് ഡോക്ടർ നൽകുന്ന, അങ്ങനെ വളരെ പരിമിതമായ രീതിയിൽ മാത്രം ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ, അവർക്ക് അന്നത്തിന് മുട്ടുണ്ടായത് കൊണ്ടല്ല, വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല, വിലക്കുകളുടെ ലിസ്റ്റുകളാണ്. അത്തരം പരീക്ഷണങ്ങളിലൊന്നും പടച്ചവനെ എന്നെ നീ അകപ്പെടുത്തിയില്ലല്ലോ, അൽഹംദുലില്ലാ, പടച്ചവനെ നിനക്കാണ് സ്തുതി. പ്രിയമുള്ളവർ, ഇങ്ങനെയാണ് ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്നും റബ്ബിനുള്ള ശുക്രിന്റെ ഹംദുകൾ പുറത്തു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുക്രിന്റെ ഹംദുകൾ കൊണ്ട് സമ്പന്നമായ ജീവിതം, ശുക്രിന്റെ ഹംദുകൾ കൊണ്ട് സമ്പന്നമായ ജീവിതമാകണം ഒരു മുഅ്മിനിന്റെ ജീവിതം. ഓരോ പ്രഭാതത്തിലും കിടക്ക വിട്ട് ഉറക്കമുണരുന്നത് തന്നെ ഈ ഹംദോട് കൂടിയാകണമെന്നാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചവനെ, ഉറക്കമാകുന്ന ഒരു മരണത്തിൽ നിന്ന് ഉണർച്ചയാകുന്ന ജീവിതത്തിലേക്ക് എന്നെ ഉയർത്തിയ റബ്ബേ, നിനക്കാണ് എല്ലാ സ്തുതികളും. പടച്ചവനെ, നിനക്ക് വേണമെങ്കിൽ എന്റെ ആത്മാവിനെ വിട്ടുതരാതെ പിടിച്ചു വെക്കാൻ നിനക്ക് കഴിയുമായിരുന്നല്ലോ. അങ്ങനെയും സംഭവിക്കുന്നുണ്ടല്ലോ. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലത്തി ലം തമുത് ഫീ മനാമിഹ. മരണസമയത്ത് ആത്മാവുകളെ പിടിയിലൊതുക്കുന്നതും ഇനിയും മരിച്ചിട്ടില്ലാത്തവരുടെ ആത്മാവുകളെ ഉറക്കവേളയിൽ പിടിച്ചു വെക്കുന്നതും അല്ലാഹു ആകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ഫയുംസികുല്ലതി ഖദാ അലൈഹൽ മൗത്ത്. അങ്ങനെ ആ ഉറക്കത്തിൽ മരണം വിധിക്കപ്പെട്ടവർക്ക് അവരുടെ ആത്മാവിനെ അല്ലാഹു വിലക്കി നിർത്തുന്നു എന്ന് പറഞ്ഞാൽ, ഉറക്കത്തിൽ തന്നെ ആ പിടിച്ചെടുത്ത ആത്മാവിനെ വിലക്കി നിർത്തുന്നു, തിരിച്ച് ശരീരത്തിലേക്ക് നൽകാതെ. വയുർസിലുൽ ഉഖ്റ ഇലാ അജലിൻ മുസമ്മ. ആയുസ് അവസാനിച്ചിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ മരണം വിധിക്കപ്പെട്ട സമയമെത്തിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവുകളെ നിശ്ചിത അവധി വരെയൊക്കെ അല്ലാഹു തിരിച്ചയക്കുകയും ചെയ്യുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രഭാതത്തിൽ കിടക്ക വിട്ട് എഴുന്നേൽക്കുമ്പോൾ പടച്ചവനെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. തന്റെ ജീവിതം എന്ന് പറയുന്നത്, തന്റെ ഓരോ ദിവസവും ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് തിരിച്ചറിയുന്നവനാണ് ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്. എന്റേതെന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ലല്ലോ, എല്ലാം എന്റെ റബ്ബ് നൽകിയതാണല്ലോ ഓരോ ശ്വാസവും. അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തെ പടച്ചവനുമായി കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും ദിക്ർ കൊണ്ട് പടച്ചവനുമായി കണക്ട് ചെയ്യുക. പ്രിയമുള്ളതിനെ, അള്ളാഹ്ക്ക് റേഞ്ചില്ലാത്ത ഒരിടവും പ്രപഞ്ചത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചവന് റേഞ്ചില്ലാത്ത ഒരിടവും ഭൂമിയിലില്ല, പ്രപഞ്ചത്തിലില്ല. അള്ളാഹുവിന് എല്ലായിടത്തും റേഞ്ച് ഉണ്ട്. റേഞ്ച് നഷ്ടപ്പെടുന്നതും ചാർജ് തീർന്നു പോകുന്നതും നമുക്കാണ് എന്ന് നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞത് ദിക്ർ കൊണ്ട്, ദുആ കൊണ്ട്, ഹംദ് കൊണ്ട്, ശുക്ർ കൊണ്ട് പടച്ചവനുമായി അടിമയെ കൂട്ടിച്ചേർത്ത ഒരു ദീനിലാണ് നമ്മൾ ഉള്ളത് എന്നത് എത്രമാത്രം അനുഗ്രഹീതമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ദിക്ർ കൊണ്ടും ഹംദ് കൊണ്ടും ദുആ കൊണ്ടും ശുക്ർ കൊണ്ടും ഒക്കെ നമ്മുടെ നാഥനുമായി നമ്മെ കണക്ട് ചെയ്ത, അടിമയെ ഉടമയുമായി കൂട്ടിച്ചേർത്ത ഒരു ദീനിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്നത് അല്ലാഹു നമുക്ക് ചെയ്ത വലിയ ഔദാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലപ്പെട്ട ആയുസ് അതുകൊണ്ട് തന്നെ അർത്ഥശൂന്യമായി പോകാൻ പാടില്ല. നമ്മുടെ അമൂല്യമായ സമയം അലസ ജീവിതത്തിനുള്ളതുമല്ല. ഒരു മുഅ്മിനിന്റെ സമയം എന്ന് പറയുന്നത് വെറുതെ സ്വറ പറഞ്ഞു തീർക്കാൻ വേണ്ടി ഉള്ളതല്ല. നമ്മുടെ ഓരോരുത്തരുടെയും സമയം വൈകുന്നേരങ്ങളിലെ വ്യർത്ഥമായ സദസ്സുകളിൽ അനാവശ്യമായ സംസാരങ്ങൾ ചെലവഴിച്ച് നശിപ്പിക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ രാത്രികാലങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട സമയമുണ്ടല്ലോ, അത് കളിബോർഡുകളുടെ മുന്നിലും ചാനലുകൾക്ക് മുന്നിലും ഇരുന്ന് തീർന്നു പോകേണ്ടതല്ല. നമ്മുടെ രാവുകൾ നിശാ ക്ലബ്ബുകൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല. നമ്മുടെയൊക്കെ രാവുകളിലെ വിലപ്പെട്ട സമയം നെറ്റിലും ചാറ്റിലും ഒക്കെയായി ചെലവഴിച്ചു തീർക്കാനുള്ളതല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സമയം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വിലപിടിപ്പുള്ള മൂലധനമാണ് സമയം എന്ന് പറയുന്നത്. സമയത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരു ക്യാപിറ്റൽ, സമയത്തേക്കാൾ വിലപിടിപ്പുള്ള ഒരു മൂലധനം പടച്ചവൻ നമുക്ക് നൽകിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് തന്നെയാണ്. സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം തന്നെയാണ്. അപ്പോ ഞാൻ എന്റെ ജീവിതത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് സമാനമല്ലേ? ഞാൻ പതുക്കെ പതുക്കെ എന്റെ ആത്മഹത്യക്ക് വിധേയമാക്കുന്നതിന് തുല്യമല്ലേ എന്റെ ആയുസ്സിനെ, എന്റെ ആയുസ്സാകുന്ന വിലപ്പെട്ട ക്യാപിറ്റലിനെ
യാതൊരു യുക്തിബോധവുമില്ലാതെ നശിപ്പിക്കുന്നതിന് സമാനമല്ലേ സമയം കൊല്ലുക എന്നുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം സമയം കൊല്ലുക എന്ന ഒരു ഏർപ്പാടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമയം പോകുന്നില്ലല്ലോ എന്ന ഒരു പരാതിയെ ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. ഒരു സത്യവിശ്വാസിക്ക് എങ്ങനെയാണ് ഈ സമയം ഒന്ന് തീർന്നു കിട്ടുക എന്ന ഒരു വ്യാകുലതയും ഉണ്ടാവുകയില്ല. കാരണം സമയം എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അമൂല്യമായ സമ്പത്താണ്, ഏറെ വിലപിടിപ്പുള്ള സമ്പത്താണ്. നിഅമത്താനി മഅ്ബൂറുൻ ബിഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പായി ഈ വാക്കുകൾ നമ്മൾ കാണണം. പ്രവാചകൻ നൽകുന്ന ഒരു ശക്തമായ മുന്നറിയിപ്പുകളാണിത്. നിഅമത്താനി മഅ്ബൂറുൻ ബിഹിമാ കസീറുൻ മിനൻ നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ. ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ അധിക ജനവും കസീറുൻ മിനൻ നാസ്, ആണും പെണ്ണും അശ്രദ്ധയിലാണ്. ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ യുവതി യുവാക്കൾ പ്രത്യേകിച്ചും അശ്രദ്ധയിലാണ്. അസ്സിഹ്ഹത്തു വൽ ഫറാ, ഒന്ന് അവരുടെ ആരോഗ്യം തന്നെയാണ്, അവരുടെ ശരീരത്തിന്റെ കരുത്ത് തന്നെയാണ്, അതിന്റെ ചുറുചുറുക്കും ചോരത്തുടിപ്പും തന്നെയാണ്. ആ ചോരത്തിളപ്പുള്ള യൗവനവും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടല്ലോ, അതിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണം, യുവതി യുവാക്കൾ പ്രത്യേകിച്ചും. കാരണം അത് കടന്നു പോകുന്നത് നമ്മുടെ ആരോടും അഭിപ്രായം ചോദിച്ചിട്ടല്ല. ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കരുത്തുറ്റ കാലം, ഏറ്റവും മനോഹരമായ സമയം, ആ യൗവനം എന്ന് പറയുന്നത് കടന്നു പോകുന്നത് ആരോടും അഭിപ്രായം ചോദിച്ചിട്ടില്ല, ആരുടെയും സമ്മതപ്രകാരമല്ല. വല്ലാഹു ഖലഖക്കും തുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ ലികൈ ലാ തഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. അല്ലാഹു പറയാണ്, അല്ലാഹു ഖലഖക്കും, പടച്ചവനാണ് നിങ്ങളെ പടച്ചത്, അള്ളയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. തുമ്മ യതവഫാക്കും, അവൻ തന്നെയാണ് പിന്നെ നിങ്ങളെ മരിപ്പിക്കുന്നതും. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അവൻ ഉദ്ദേശിക്കുന്നവരെ ഈ യൗവന തീഷ്ണതയിൽ നിന്നും പടുവാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് അവൻ തള്ളുന്നു. എല്ലാം അറിഞ്ഞിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, എല്ലാം ചെയ്യാൻ കഴിയുമായിരുന്ന കരുത്തുറ്റ യൗവനത്തിൽ നിന്ന് ഒന്നും അറിയാത്ത നിസ്സഹായതയിലേക്ക്, പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യം വേണ്ടി വരുന്ന അത്രയും ബലഹീനതയിലേക്ക്, പടുവാർദ്ധക്യത്തിന്റെ അവശതയിലേക്ക് തള്ളുന്നു. എല്ലാം അറിഞ്ഞിരുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക്, ബാല്യകാലത്തിന്റെ ചാബല്യങ്ങളിലേക്ക്, ഒരു ശൈശവത്തിന്റെ ബലഹീനതയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് അള്ളാഹ് ഓർമ്മപ്പെടുത്തണം. മനസ്സ് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ശരീരം അനുവദിക്കാത്ത വാർദ്ധക്യത്തിലെത്തിയിട്ട്, പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം, മനസ്സ് നന്മ ചെയ്യാൻ ആഗ്രഹിച്ചാലും ശരീരം അനുവദിക്കാത്ത പടുവാർദ്ധക്യത്തിലെത്തിയിട്ട് യൗവനം തിരിച്ചു കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലല്ലോ. അതുകൊണ്ട് യൗവനത്തെ, ആരോഗ്യകാലത്തെ, ജീവിതത്തിന്റെ ആരോഗ്യകാലത്തെ രോഗം ശരീരത്തെ ബാധിച്ച് അവശമായി കിടക്കുന്ന സന്ദർഭത്തിൽ പടച്ചവനെ എന്റെ രോഗം ഒന്ന് മാറി വീണ്ടും ഞാൻ ആരോഗ്യാവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് യൗവനത്തെ, ജീവിതത്തിലെ ആരോഗ്യാവസ്ഥയെ, ഏറ്റവും ഉജ്ജ്വലമായ ആരോഗ്യകാലത്തെ, യൗവനകാലത്തെ കേവലം കളിവിനോദങ്ങളിൽ മാത്രം തളച്ചിടാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. യൗവനം എന്ന് പറയുന്നത് 200-250 CC ബൈക്കുകളിൽ വലിയ ഒച്ചയുണ്ടാക്കി ചീറിപ്പാഞ്ഞ് തീർക്കാനുള്ളതല്ല ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുഅ്മിനിന്റെ യൗവനം എന്ന് പറയുന്നത്. അത് നെറ്റിലും ചാറ്റിലും മാത്രം തളച്ചിട്ട് തുലക്കാനുള്ളതല്ല. പ്രിയമുള്ളവരെ, യൗവനം എന്ന് പറയുന്ന മഹാ അനുഗ്രഹം എന്ന് പറയുന്നത് ചാനലുകളിൽ നിന്നും ചാനലുകളിലേക്ക്, സോഷ്യൽ മീഡിയയുടെ വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ മാറി മാറി സഞ്ചരിച്ച് ആസ്വദിച്ച് തീർക്കാനുമുള്ളതല്ല ഒരു മുഅ്മിനിന്റെ യൗവനം എന്ന് പറയുന്നത്. അത് കടപ്പുറങ്ങളിലോ കളിക്കളങ്ങളിലോ മാത്രമായി തളച്ചിടാൻ വേണ്ടി നൽകപ്പെട്ടതല്ല. അത് വളരെ വിലപ്പെട്ട അനുഗ്രഹമാണെന്ന് തിരിച്ചറിയണം. നിഅമത്താനി മഅ്ബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാ. ആയുസ്സിലെ ഏറ്റവും ഉജ്ജ്വലമായ യൗവനകാലത്തെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ യൗവനകാലത്തെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ആലോചിക്കണം, അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ അർഹത നേടുന്ന ഒരു വിഭാഗത്തെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയില്ലേ? വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐനാ. പടച്ചവനെ ഓർത്ത് കണ്ണുകൾ നിറഞ്ഞ യുവാവ്,
നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ അർഹതയുള്ള വിഭാഗത്തിൽ പെട്ട ഒരു കൂട്ടരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ണുനീർത്തുള്ളികൾ പടച്ചറപ്പിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് കൂടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്രത്ത് ദുമൂഇൻ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞ കണ്ണുകൾ, നരകത്തിൽ സ്പർശിക്കാത്ത കണ്ണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കണ്ണുനീർത്തുള്ളികൾ, പ്രിയമുള്ളവരെ, മരണത്തെ മറന്ന ഒരു യൗവനം, പരലോകത്തെ വിസ്മരിച്ച ഒരു യൗവനം, അത് നമ്മെ അപകടത്തിലെത്തിക്കുമെന്ന് നമ്മൾ ഭയപ്പെടണം. പൊതുസമൂഹത്തിലെ യുവാക്കളുടെ ആ ഒരു അബദ്ധ സഞ്ചാരത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ജാഗ്രത പ്രിയപ്പെട്ട വിശ്വാസികൾ കാണിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, യുവത്വം അള്ളാഹുവിന്റെ മാർഗത്തിൽ അടയാളപ്പെടുത്താൻ കഴിയുക എന്ന മഹാഭാഗ്യം, ആ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. ദൗർഭാഗ്യവശാൽ ഇന്ന് അധിക പേരും യൗവനത്തെ സംബന്ധിച്ച് ചോരത്തിളപ്പുള്ള നല്ല ആരോഗ്യമുള്ള, നല്ല യൗവന തീഷ്ണതയുള്ള ആയുഷ്യനെ സംബന്ധിച്ച് അധികം ആളുകളും അശ്രദ്ധയിലും വിസ്മൃതിയിലുമാണ്. ഒരുതരം ആലസ്യത്തിലാണ്, ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിതത്തെ ഗൗരവത്തോടുകൂടി നോക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കാലം കടന്നു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയിക്കുന്നല്ലോ, ജീവിതത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പരക്കപ്പാച്ചിലിൽ, അതിനുവേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ, അതിൽ മറ്റുള്ളവരെ കവച്ചു വെക്കാനുള്ള ആ ഒരു ഓട്ടത്തിൽ മരണം മറന്നുപോയ മനുഷ്യൻ, ഖബറിൽ കിടക്കേണ്ട കാലം മറന്നു പോകുന്ന മനുഷ്യർ, മരണം മറന്നുകൊണ്ട്, ഖബറിൽ കിടക്കേണ്ട കാലം മറന്നുകൊണ്ട് അലസമായി ജീവിക്കുന്ന അവസ്ഥക്ക് പ്രിയമുള്ളവരെ നമുക്ക് അന്ത്യം കുറിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിയമത്താനി മഅബൂദുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, അധിക ജനങ്ങളും അശ്രദ്ധമായി പോകുന്ന അല്ലാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹത്തെ സംബന്ധിച്ചാണ്. ആരോഗ്യത്തോടൊപ്പം മനുഷ്യനെ നന്നാക്കുന്ന, മനുഷ്യനെ വെഡ്ഡിയാക്കുന്ന അല്ലെങ്കിൽ വഞ്ചിതനാക്കുന്ന രണ്ടാമത്തെ കാര്യം പറയുന്നത് ഒഴിവുവേളയാണ്. ഒഴിവ് സമയത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഒഴിവുവേളകളെ വിഭവമായിട്ട്, വിഭവമായിട്ട് നമ്മൾ കാണണം. ആരോഗ്യമുള്ള കാലവും സമയമുള്ള കാലവും ഏറ്റവും ഊർജ്ജസ്വലതയോടുകൂടി, അങ്ങേയറ്റത്തെ ഉന്മേഷത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. നമ്മൾ മനസ്സിലാക്കണം, പ്രായം ചെന്നവർക്ക് മാത്രമുള്ളതല്ല പടച്ചവന്റെ പള്ളികൾ എന്ന് പറയുന്നത്. പ്രായം ചെന്നവർക്കുള്ളതല്ല. ചില പള്ളികളിലൊക്കെ വഖത്തുകൾക്ക് ജമാഅത്തിന് പോയി കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കും, ഇത് തൊട്ടടുത്ത് പല വൃദ്ധസദനങ്ങളും ഉണ്ടോ, അല്ലെങ്കിൽ ആ വൃദ്ധസദനങ്ങളോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണോ, അവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണോ ഈ പള്ളികൾ എന്ന് തോന്നിപ്പോകും. പടച്ചതമ്പുരാന്റെ ഭവനങ്ങളിലെ നമ്മുടെ സ്ഥിര സാന്നിധ്യം കൊണ്ട് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കാൻ അർഹരാകണ്ടേ നമുക്ക്. നേരത്തെ പറഞ്ഞല്ലോ, അർശിന്റെ തണൽ ലഭിക്കുന്ന, മറ്റൊരു തണലുമില്ലാത്ത, അള്ളാഹു തണൽ നൽകുന്ന 7 വിഭാഗം ആളുകൾ. റബ്ബിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകൾ. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത, സൂര്യൻ കത്തിയെരിയുന്ന സൂര്യൻ തലയുടെ ഒരു ചാൺമുകളിൽ മാത്രം വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന അസുലഭ സന്ദർഭത്തെ കുറിച്ച്, ആ അനുഗ്രഹീത അവസരത്തെ കുറിച്ച് പ്രിയമുള്ളവരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ 7 വിഭാഗത്തെ ഒരു വിഭാഗത്തെ പരിചയപ്പെടുന്നത് പള്ളികളുമായി, അള്ളാഹുവിന്റെ മസ്ജിദുകളുമായി മനസ്സിണക്കപ്പെട്ടവർ. പ്രിയമുള്ളവരെ, പടച്ചവന്റെ പള്ളികൾ എന്ന് പറയുന്നത് പടുവാർദ്ധക്യത്തിൽ എത്തിയതിനു ശേഷം പരിഗണിക്കേണ്ട ഒന്നായിട്ടല്ല അഷ്റഫുൽ ഖൽഖ് പരിചയപ്പെടുന്നത്. സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് പ്രായമുള്ളവർക്ക് മാത്രമായിട്ടതല്ല ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രായം ഒരുപാട് ചെല്ലുമ്പോഴുള്ള വിശ്രമവേളകളിലെ വിനോദമല്ല പ്രിയമുള്ളവരെ സുന്നത്ത് നോമ്പുകൾ എന്ന് പറയുന്നത്. ആയുഷിന്റെ അവസാനത്തിലെത്തി അവശത പ്രാപിച്ചിട്ട് പരസഹായത്തോടു കൂടി ചെയ്യേണ്ടതല്ല പ്രിയപ്പെട്ടവരെ ഹജ്ജും ഉംറയും എന്ന് പറയുന്നത്. പ്രായം ചെന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തപ്പോഴുള്ള വിനോദങ്ങളല്ല ഖുർആനിന്റെ പഠനവും ഖുർആൻ സ്റ്റഡി സെന്ററുകളും എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയണം, ഇത് ആരോഗ്യമുള്ളവരുടെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് ആരോഗ്യമുള്ളവരുടെ ദീനാണ്. ഇത് ആരോഗ്യമുള്ള ആളുകൾ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യേണ്ട ദീനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് ആരോഗ്യമുള്ളവർക്ക് പഠിക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും അതിനുവേണ്ടി രംഗത്ത് വരാനുമുള്ള ദീനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. നമ്മളിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ പലരും വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തവരാണ്.
പതിവായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്താണ് സൂറത്തുൽ കൗഫിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്? സൂറത്ത് അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ്. അസ്ഹാബുൽ കഹ്ഫിലൂടെ ഒരു ചരിത്ര ഘട്ടത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത് യുവജനങ്ങളുടെ മുന്നേറ്റത്തിന്റെ ചരിത്രമാണ്. ഒരു സംഘം ചെറുപ്പക്കാരായിരുന്നവർ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, ദൈവധികാരിയായ പടച്ചവന്റെ പരമാധികാരം സ്വയം എടുത്തണിഞ്ഞ് ആ ധിക്കാരിയായ സീസർ ദസ്യൂസത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ പരമാധികാരം ആ ഭരണാധികാരിക്ക് വകവെച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ വീടുപേക്ഷിക്കേണ്ടി വന്ന, നാടുപേക്ഷിക്കേണ്ടി വന്ന ഒരു സംഘം ചെറുപ്പത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തു എന്നാണ് ചരിത്രം. ഭൗതികമായ വ്യാഖ്യാനങ്ങൾക്ക് വഴങ്ങാത്ത വിധത്തിൽ, ചരിത്രകാരന്മാർക്ക് വിസ്മയമായി നിൽക്കുന്ന വിധത്തിൽ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ഈ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകളോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സംരക്ഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി എന്നതാണ്. അതാണ് ചെറുപ്പത്തിന്റെ ചരിത്രം. അത് യുവജനങ്ങളുടെ മുന്നേറ്റത്തിന്റെ ചരിത്രമാണ്. ഇസ്ലാമിക യുവത്വത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. തന്റെ ചോരത്തിളപ്പുള്ള യൗവന കാലഘട്ടത്തിൽ ഇബ്രാഹിം നടത്തിയ വിപ്ലവകരമായ പരിവർത്തന പരിശ്രമങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തുകയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം നേതൃത്വം കൊടുത്ത ഒരാത്മീയ മുന്നേറ്റത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, അതിന്റെ മുന്നിലുണ്ടായിരുന്നത് ചെറുപ്പക്കാരനായ ഇബ്രാഹിം ആയിരുന്നു. ഖാലു സമിഅനാ ഫതൻ, അവർ പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പ്രസരിപ്പിന്റെയും ഊർജ്ജസ്വലതയുടെയുമായ നമ്മുടെ യൗവനത്തെ ഏറ്റവും മനോഹരമായി, ഏറ്റവും ഭംഗിയായി വാർദ്ധക്യത്തിന്റെ അവശതയിലെത്തി തിരിഞ്ഞു നോക്കുമ്പോ ആത്മനിർവൃതി ലഭിക്കുന്ന വിധം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്നാണ് എന്റെ മുന്നിലുള്ള ചെറുപ്പത്തോട്, യുവസമൂഹത്തോട് പ്രത്യേകമായി ഉണർത്താനുള്ളത്. ആരോഗ്യം അവസാനിച്ച് രോഗത്തിന്റെ പിടിയിലമർന്ന് പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും പരസഹായം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലെത്തുന്നതിന് മുമ്പ് നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യ കാലഘട്ടത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കൂ എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്. പ്രിയമുള്ളവരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് നടത്തിയ ആഹ്വാനം തന്നെയാണ്. ഇത് കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അംബിയാ മുർസലുകൾ അതത് കാലഘട്ടങ്ങളിൽ നടത്തിയ അഭ്യർത്ഥനയുടെ ആവർത്തനം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ റൂഹ് വേർപിരിയത്തോടുകൂടി വേർപ്പെടുത്തപ്പെടുന്ന ഈ ദുനിയാവ്, അവസാന ശ്വാസത്തോടുകൂടി അവസാനിക്കുന്ന ഈ ജീവിതം, ഇത് വെറും കളി വിനോദങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. സൂറത്ത് മുഅ്മിനൂനിലെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ജീവിതം എന്ന് പറയുന്നത് വെറും കളിയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ? നാളെ പരലോകത്ത് വെച്ച് പടച്ചവൻ ചോദിക്കുന്ന ഒരു ചോദ്യം നേരത്തെ തന്നെ നമ്മോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതം വെറും കളിയായിരുന്നുവെങ്കിൽ ചില ചെറുപ്പക്കാരൊക്കെ അപ്രതീക്ഷിതമായ ജീവിതത്തിൽ നിന്നും മടങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? യൗവനത്തിന്റെ ആ തുടിപ്പിൽ പൊടുന്നനെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതം വെറും കളിയായിരുന്നുവെങ്കിൽ ചില ആളുകൾ 100, 110 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ജീവിതം വെറും കളിയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഓർക്കാപ്പുറത്ത് ഉരുൾപൊട്ടലുകൾ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, ജീവിതം എന്ന് പറയുന്നത് കേവലം കളി വിനോദമായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് നിലച്ചിരിക്കാതെ സുനാമി പോലുള്ള തിരമാലകൾ അടിച്ചു വീശുന്നത്? അപ്പൊ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, ഇത് വെറും കളിയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ജീവിതം എന്ന് പറയുന്നത് വെറും കളിയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് വരൾച്ചയെ കുറിച്ച് പരാതി പറയുമ്പോഴേക്കും വെള്ളപ്പൊക്കം സംഭവിക്കുന്നത്? അപ്പൊ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, വെറുതെ വിട്ടയക്കപ്പെടുന്ന മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുകയാണോ? വെറുതെ പടച്ചുവിട്ടതാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണോ? ജീവിതം എന്ന് പറയുന്നത് വെറും കളിയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് കൊടും ചൂടിനെ കുറിച്ച് പരാതി പറയുമ്പോഴേക്ക് കൊടുംമാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഇടിയും മിന്നലും ഒക്കെ സംഭവിക്കുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ, ഇതിന്റെയൊക്കെ നിയന്ത്രിക്കുന്ന, ഇതിന്റെയൊക്കെ സാക്ഷാൽ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ള ഒരു ശക്തിയെ നിങ്ങൾക്ക് അറിയില്ലെന്നാണോ? അഫഹസിബത്തും, നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ? അന്നമാ ഖലഖനാകും അബസ, ആ ശക്തി നിങ്ങളെ സൃഷ്ടിച്ചത് കേവലം ഒരു വിനോദമായിട്ടാണെന്നാണോ നിങ്ങൾ കരുതിയത്? നിങ്ങളുടെ കയ്യിൽ വല്ലതും, അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ? നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം പോലും ഉൽപ്പാദിപ്പിക്കുവാനുള്ള ശേഷിയുണ്ടോ? മനുഷ്യ, പടച്ചവൻ സൃഷ്ടിച്ചു വെച്ച സംവിധാനങ്ങളെ, അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതേ രൂപമാറ്റം വരുത്താനല്ലാതെ സ്വന്തമായി എന്തെങ്കിലും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയുമോ? ഒരു കൊടുങ്കാറ്റിനെ തടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് വരെ മനുഷ്യൻ ആർജിച്ചിട്ടുണ്ടോ? ഒരു ഉരുൾപൊട്ടൽ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്നവർ
കല്ലും കഷ്ണങ്ങളോടൊപ്പം ഉരുൾപൊട്ടലിൽ ഉരുണ്ടു പോകാതിരിക്കും വിധം അവരെ രക്ഷിക്കാനുള്ള വല്ല സംവിധാനവും ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ലല്ലോ ദുർബലനായ മനുഷ്യ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്യുന്നതങ്ങൾ കീഴടക്കിയെന്ന് ബിംബ് പറയുന്ന വമ്പത്തരം പറയുന്ന മനുഷ്യ, നിങ്ങൾക്ക് അതിനൊന്നും കഴിയില്ലല്ലോ. ലോകം അടക്കി ഭരിക്കുന്ന വൻ ശക്തികളെ നിങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ലല്ലോ. അപ്പൊ ഹസിമത്തും അന്നമാ ഖലഖനാകും അബസാ ചോദിക്കുകയാണ്, നിങ്ങളെ നാം വെറുതെ പടച്ചു വിട്ടതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ? സ്വറ പറഞ്ഞും കടപ്പുറത്ത് കറങ്ങി നടന്നും കരുങ്കിൽ നിന്ന് സമയം കൊണ്ടും പാതിരാവുകൾ ഫാസ്റ്റ് ഫുഡുകൾ കഴിച്ചുകൂട്ടിയും അശ്ലീലമായ വീഡിയോകൾ കണ്ട് രസിച്ചും അനാവശ്യമായ ചർച്ചകളിൽ മുഴുകിയും അതിനിടയിൽ ആളുകളെ പരിഹസിച്ചും അങ്ങനെ ജീവിതം തീർന്നു പോകാൻ വേണ്ടിയാണോ ഈ ജീവിതം അല്ലാഹു നിങ്ങളെ പടച്ചിരിക്കുന്നത്? നിങ്ങൾ നമ്മിലേക്ക് മടങ്ങേണ്ട ഒരു നാളിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതും നിങ്ങൾ മറന്നുപോയോ? പടച്ചവനിലേക്ക് മടങ്ങേണ്ട ഒരു നാളിനെ നിങ്ങൾ മറന്നുപോയോ? പ്രിയമുള്ളവരെ, എപ്പോഴും വന്നെത്താവുന്ന മരണമാകുന്ന വണ്ടിയെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകേണ്ടതല്ലേ? ആ വാഹനത്തിൽ ഏത് നിമിഷവും കയറേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന് നമുക്കറിയാമല്ലോ. ആ വാഹനത്തിൽ കയറിയാൽ അതിന്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബർസഖാണെന്നും അതിന്റെ അവസാനത്തെ സ്റ്റോപ്പ് ആഖിറത്താണെന്നും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. പിന്നെ അവിടെ നമ്മുടെ മഹ്ശറിൽ, ആ മഹ്ശറിലെ കൊടുംചൂടിൽ നിൽക്കുന്നതിനെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ലേ? അവിടെ നടക്കാനിരിക്കുന്ന വിചാരണയെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണ്ടേ? ആ വിചാരണയെ നേരിടാൻ, ആ മഹ്ശറിൽ ചെന്ന് നിൽക്കാൻ, അവിടെ രക്ഷപ്പെടാൻ, അവിടെ സ്വർഗത്തിന്റെ സുഗന്ധം അനുഭവിക്കാൻ, നരകയാതനയിൽ നിന്നും അകറ്റപ്പെടാൻ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എന്ത് മുന്നൊരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്? അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ, ആ നരകയാതനയിൽ നിന്നും അകറ്റപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അള്ളാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കുന്നവരുടെ ലിസ്റ്റിൽ നമ്മുടെയൊക്കെ പേരുകൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അള്ളാഹ് നമുക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു അവസരമാണ് ആസന്നമാകുന്ന അനുഗ്രഹീത റമദാൻ എന്ന് നമ്മൾ അറിയുക. ആ റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങളിൽ വളരെ പ്രാധാന്യപൂർവ്വം പരിഗണിക്കേണ്ട ചില സംഗതികളെ കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് ഞാൻ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരണീയ മാസത്തെ മലിനമുക്തമായ മനസ്സോടുകൂടി, നല്ല മനസ്സമാധാനത്തോടു കൂടി, നല്ല ആസൂത്രണത്തോടു കൂടി, വേണ്ടത്ര മുന്നൊരുക്കത്തോടു കൂടി അനുഗ്രഹീത മാസത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിനെ അല്ലാഹു അനുഗ്രഹീത റമദാനിലേക്ക് ദീർഘിപ്പിച്ചു തരികയും ആഫിയത്തോടു കൂടി എല്ലാ അർത്ഥത്തിലും ആ അനുഗ്രഹീത മാസത്തെ പ്രയോജനപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.